ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. നാടൻ ചിക്കൻ കറി. അത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആദ്യമായി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇടണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉള്ളൂ. പിന്നെ കുറച്ച് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഗരം മസാല പൊടിച്ചെടുക്കാൻ വേണ്ടി ചൂടാക്കി പൊടിക്കണം. പെരുംജീരകം, കറുവപ്പട്ട, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇതിൽ ചിക്കനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. 2 തക്കാളി, 4 സവോള, 10 കൊച്ചുള്ളി, കറിവേപ്പില, 4 പച്ചമുളക്, ബേ ലീഫ്. ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മൺചട്ടിയിലാണ് അടുപ്പത്ത് വെക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നീട് നമുക്കൊരു ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനിയും ചട്ടിയിലെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കടുകിട്ടു മൂത്ത് വന്നപ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്തോട് അതിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് നന്നായി അത് മൂത്ത് വരണം. ഇനി ഇളച്ചതായിട്ട് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എന്തുകൊണ്ട് ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഗരം മസാല പൊടിച്ചെടുക്കാം. ഇപ്പം തേങ്ങ മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നന്നായി ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ മൂത്ത് കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് അത് ആഡ് ചെയ്തു. പിന്നീട് പച്ചമുളകും സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു പിടി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സവോളയിൽ നിന്ന്. ഇതിലേക്ക് നമുക്ക് സവോളയൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറ് ആകുന്നിടം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിനൊക്കെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില, കുറച്ചേറെ കറിവേപ്പിലയൊക്കെ ഇടാം. കാരണം നാടൻ കറിയല്ലേ, അപ്പോൾ നല്ല ചട്ടിക്കകത്ത് വെക്കുമ്പോൾ നല്ല മണവും കറിവേപ്പിലയുടെ മണമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റായത് കറി കൂട്ടാനായിട്ട്. അതിനുശേഷം നമുക്ക് ബേ ലീഫും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴറ്റി ഉപ്പ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അതിനുശേഷം പിന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന സവോള ഒരു ചെറിയ പാനിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം സവോളയൊക്കെ മൂത്ത് വന്ന് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നീട് അതിന് വേണ്ടുന്ന പൊടികളായ മല്ലിപ്പൊടി 2 സ്പൂണ്, പിന്നീട് മുളക് പൊടി 2 സ്പൂൺ മുളക്, എരിവിന് ആവശ്യമുള്ളത്. കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നല്ല, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിനിപ്പം ഗരം മസാല നമ്മൾ പൊടിച്ചത് കുറച്ച് പകുതി അതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളിയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇറച്ചി കഷ്ണങ്ങളുടെ അതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പിന്നീട് ഈ ബാക്കി വന്ന പെരുംജീരക പൊടിയും കൂടെ അതിലേക്കിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കാതെ ഇതൊന്ന് കുക്ക് ചെയ്യണം. കാരണം അന്നേരത്തേക്ക് ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കാരണം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങി ഇത് ചാറങ്ങ് ഒത്തിരി ചാറായിപ്പോൾ. നമുക്ക് ഒത്തിരി ചാറ് വേണ്ട. നമുക്കിത് കുറിയ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പെരളനായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ചിക്കനൊക്കെ ഏകദേശം അതിനുശേഷം ഞാൻ അടച്ച് വെച്ചത് 20 മിനിറ്റ് വേവിച്ചു. 20-25 മിനിറ്റ് അടച്ച് വെച്ചും വേവിക്കണം. പിന്നീട് 20-25 മിനിറ്റിന് ശേഷം ബാക്കി നമ്മൾ അരിഞ്ഞ് വറുത്ത് വെച്ചേക്കുന്ന സവോളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യുക. ഇപ്പം ഏകദേശം ഒരു 30 മിനിറ്റിന് അടുത്തായിട്ടുണ്ട് ആകെ കറി വയ്ക്കാൻ എടുത്ത സമയം. താങ്ക് യു.